അങ്ങനെ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇവിടെ പരിചയപ്പെടാൻ പോകുന്നൊരു ടേംസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് എന്ന രണ്ട് കണ്ടീഷനാണ്. നമുക്കറിയാം നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാം. എന്തൊക്കെയായിരുന്നു കണ്ടീഷൻ? സിഗ്മ h equal to 0, സിഗ്മ v equal to 0 ആൻഡ് സിഗ്മ m equal to 0. ഇത് വേറെ രീതി പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ച ടേം സിഗ്മ എഫ് എക്സ് ഇക്വൽ ടു 0 ആയിരിക്കാം, സിഗ്മ എഫ് എച്ച് ഇക്വൽ ടു 0 ആയിരിക്കാം, അതിൽ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ആയിരിക്കാം, അല്ല സിഗ്മ എഫ് വി ഈക്വൽ ടു 0 എന്നായിരിക്കാം. സിഗ്മ എം ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം ഈക്വൽ ടു 0. എനിവേ ദീസ് ആർ ദ ത്രീ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അൺനോൺസ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിലെ അൺനോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അവൈലബിൾ ആയിരിക്കണം. എന്തുകൊണ്ട് അങ്ങനെ കണ്ടീഷൻ അവൈലബിൾ ആണെന്ന് പറയണം? നമുക്ക് മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഏതൊരു അൺനോൺ കണ്ടുപിടിക്കണമെങ്കിലും അതിനൊരു ഇക്വേഷൻ ഫോം ചെയ്തിരിക്കണം. ഒരു അൺനോൺ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കണം. രണ്ട് അൺനോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് ഇക്വേഷൻ നിർബന്ധമാണ്. ടു സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ഉണ്ടെങ്കിലേ ടു അൺനോൺസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. So to solve the unknown factors, അല്ലെങ്കിൽ to find out the unknown factors, we need number of equations equal to number of unknowns. Okay, അതൊരു മാത്തമാറ്റിക്കൽ പ്രോസസ്സാണ്. ഇനി ഈ ടേമിലേക്ക് വരാം. If the equations available are equal to the number of unknowns, അല്ലെങ്കിൽ number of unknowns is equal to the equations available, അങ്ങനെ ഒരു സിസ്റ്റത്തിലെ നമുക്ക് അൺനോൺസ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് സിസ്റ്റം ഈസ് നോൺ ആസ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സിസ്റ്റം. സപ്പോസ് ദർ ആർ 3 അൺനോൺസ്. ജനറലി നമുക്ക് മാക്സിമം അവൈലബിൾ ആയ ഇക്വേഷൻ എന്ന് പറയുന്നത് 3 ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഈ 3 ഇക്വേഷൻസും കൊണ്ട് 3 അൺനോൺസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് സിസ്റ്റം ഈസ് നോൺ ആസ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ്. സപ്പോസ് ദർ ആർ മോർ ദാൻ 3 അൺനോൺസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള 3 ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് അൺനോൺസ് 4 ആണ്. ഇക്വേഷൻസ് അവൈലബിൾ ആകെ 3 ആണ്. അപ്പോൾ നമ്പർ ഓഫ് അൺനോൺ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇക്വേഷൻസ് അവൈലബിൾ. അവിടെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്ട്രാ അഡീഷണൽ ഇക്വേഷൻ കണ്ടുപിടിക്കണം വേറെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അങ്ങനെ ഉള്ള സിസ്റ്റം വേർ ദ നമ്പർ ഓഫ് അൺനോൺസ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇക്വേഷൻസ് അവൈലബിൾ ഈസ് നോൺ ആസ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. സപ്പോസ് മൊമെന്റ് ആക്ട് ചെയ്യുന്നില്ല, ആകെ വെർട്ടിക്കൽ ലോഡ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലോഡ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് അവൈലബിൾ ആകെ 2 ആണ്. അവിടെ 3 അൺനോൺസ് ഉണ്ടെങ്കിൽ അഗെയിൻ 3 is greater than number of equations available. Again it is becoming a statically indeterminate structures. ഒരു സിസ്റ്റത്തിൽ നമുക്ക് നോക്കേണ്ടത് അവൈലബിൾ ആയ, ജനറലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 3 ഇക്വേഷൻസ് എന്നുള്ളത് പറയാമെങ്കിലും എല്ലാ സിസ്റ്റത്തിലും ഈ 3 ഇക്വേഷൻ അവൈലബിൾ ആവണമെന്നില്ല. മൊമെന്റ് ഇല്ലാത്തൊരു കേസിൽ നമുക്ക് മൊമെന്റ് ഈക്വൽ ടു 0 എന്ന് എടുക്കാൻ പറ്റില്ല. മൊമെന്റ് തന്നെ എക്സ്റ്റേണൽ മൊമെന്റ് ആക്ട് ചെയ്യലല്ല, റൊട്ടേഷൻ എഫക്റ്റ് ഇല്ല എങ്കിൽ സിഗ്മ എം ഈക്വൽ ടു 0 എടുക്കാൻ പറ്റില്ല. ഒരു ആക്സിൽ ലോഡിന്റെ കേസ് എടുക്കുന്നു. ആക്സിൽ ലോഡിൽ മൊമെന്റ് ഒന്നും വരുന്നില്ല, ആകെ ആക്സസ് ലോഡ് മാത്രമേ വരുന്നുള്ളൂ, ആക്സിൽ ലോഡ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് എത്ര ഇക്വേഷൻസ് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ അതിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ടെങ്കിൽ ദാറ്റ് സിസ്റ്റം വിൽ ബി സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ്. അപ്പോൾ എപ്പോഴും 3 ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്ന് ഇല്ല എന്നാണ് പറഞ്ഞു വന്നത്. സോ നോട്ടൊന്ന് എഴുതിക്കോളൂ. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. ഇതാണ് ഹെഡിങ്. താഴെ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. സബ് ഹെഡിങ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. If the number of unknowns is equal to the number of equilibrium conditions available, if the number of unknowns is equal to number of equilibrium equations available, it is called statically determinate structures. Statically determinate structures. ആദ്യത്തേത്.
താഴെ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എഴുതുക. സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് സബ് ഹെഡിങ് ആണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. If the number of unknowns is more than the equilibrium conditions available, if the number of unknowns is more than the equations available, equilibrium conditions available, അല്ലെങ്കിൽ equations available, if the number of unknowns is more than the equilibrium conditions available, it is called statically indeterminate structures. Statically indeterminate structures. Full stop. To find out the unknowns, and a continuation ആണ്, to find out the unknowns, we have to create additional equilibrium equations. To find out the unknowns, we have to create additional compatibility equations. To find out these unknowns, we have to create additional compatible equations. Additional compatible equations.